പലതും നമ്മൾ മറന്നു പോകുന്നടോ. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടാ പഠിക്കുന്നില്ല. ഇന്നലെ വയനാടായിരുന്നു വാഴ്. ഇന്ന് രാവിലെ പടച്ചവനെ ഉച്ച സമയമായപ്പോ എന്നോട് പറഞ്ഞ ഉസ്താദേ, ഇവിടെ അടുത്താണ് ദുരന്തമുണ്ടായത്, ഉരുൾപൊട്ടലുണ്ടായത് ഇവിടെ പരിസരത്താണ്, ഒന്ന് പോയി കാണാം ഉസ്താദ്. എന്റെ പ്രിയ സുഹൃത്ത് ഷഹീർ ബദരി എന്നെ വിളിച്ചുകൊണ്ട് പോയി. സഹോദരാ, ആദ്യമായിട്ട് കടന്നു ചെന്നതൊരു ഖബർസ്ഥാനിലാണ്. ഒരു ഖബർസ്ഥാൻ കണ്ട സഹോദരാ, മീസാൻ കല്ലുകൾ വെച്ചിട്ടുണ്ട്. സാധാരണ മീസാൻ കല്ലുകളിൽ മുസ്ലിമീങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ. എന്നാ പടച്ചവനെ ഇങ്ങനെ ഖബറുകൾ നിരക്കി വെച്ചിരിക്കുന്നു. മീസാൻ കല്ലിൽ നോക്കുമ്പോ മുസ്ലിമീങ്ങളുടെ പേരുണ്ട്, അമുസ്ലിമീങ്ങളുടെ പേരുണ്ട്. അല്ലാഹുവേ, പിന്നെ ചില ഖബറുകളിൽ പേരില്ല. കാരണം DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരാ കാത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാൻ ചുമ്മാതെ ഇങ്ങനെ ഒന്ന് നടന്നു നോക്കി. ചെറുപ്പക്കാരാ, ആ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നടന്നു നോക്കുമ്പോ അതാ വെച്ചിരിക്കുന്ന ഒരു മീസാൻ കല്ല് വലുപ്പം കൂടിയതാണ്. ഒരു മീസാൻ കല്ലിന് വല്ലാത്ത വലുപ്പം കൂടുതല്. പടച്ചറപ്പേ, ഞാൻ അതിന്റെ മുമ്പിലേക്ക് ചെന്ന് നോക്കുമ്പോ ആ മീസാൻ കല്ലില് മൂന്ന് കുട്ടികളുടെ ഫോട്ടോ വെച്ചിരിക്കുകയാ. ഒരു കുടുംബത്തിലെ 3 മക്കൾ, ഒരു കുടുംബത്തിലെ ഒരമ്മയുടെ 3 മക്കൾ. ആ 3 കുട്ടികളുടെയും ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിലാണെങ്കിൽ ഡയറി മിൽക്ക് എന്ന് പറയുന്ന 3 മുട്ടായി ആ മക്കളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 3 മക്കൾ. പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് ഓർമ്മ വന്നു. എന്റെ സിനാനിനെയും എന്റെ നഈമിനെയും എന്റെ നുഅ്മാനിനെയും എനിക്ക് ഓർമ്മ വന്നു. 3 ചെറിയ മക്കൾ കളിച്ച് ചിരിച്ച് നടന്നവരാണ്. തൊട്ടടുത്തവരുടെ അമ്മയുടെ ഖബർ. സഹോദരാ, അല്ലാഹ് ചെയ്ത നിഅമത്ത് എന്തെന്നറിയോ? അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാ ശരീരഭാഗങ്ങൾ കിട്ടിയപ്പോ കൊണ്ടുവന്നൊരു ഖബറിനകത്ത് ഇങ്ങനെ അടക്കുകയാണ്. ആ കുട്ടികളുടെ ആ 3 പേരുടെയും ശരീരഭാഗം ഒരു ഖബറിനകത്താണ് കിട്ടിയത്. പടച്ചവനെ, തൊട്ടടുത്തവരുടെ അമ്മയുടെ ഖബർ. സഹോദരാ, എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ഉസ്താദേ, ഇനിയും ഒരുപാട് ജനാസ കിട്ടാനുണ്ട്. അവസാനം ദുരന്തം നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്,